ഈ ഷാമിലി തന്നെ നേരത്തെ പറഞ്ഞതാണ്, ഷാമിലിക്ക് മുമ്പും ഇത്തരത്തിൽ ഗർഭിണിയായിരിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ അതിക്രമം ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം വരെ ഉണ്ടായി. പാർട്ടിയിലെ തന്നെ ഒരു മുതിർന്ന വനിതാ നേതാവ് പറഞ്ഞതാണ്, ഞങ്ങളുടെ പാർട്ടിയിൽ പോലീസും കോടതിയും ഒക്കെ ഉണ്ട്. നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ നീതിന്യായ സംവിധാനത്തിന്റെ ഒരു അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മെയ് 13 തിരുവനന്തപുരം വഞ്ചൂർ കോടതി വളപ്പിൽ ജൂനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് ഷാമിലിയെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബേലിൻദാസ് മോപ്പ് സ്റ്റിക്ക് കൊണ്ട് മർദ്ദിച്ചത്. അഭിഭാഷകനായ ബേലിൻദാസ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് പിടിയിലായത്. റിമാൻഡിലായ ബേലിൻദാസ് ഇപ്പോൾ പൂജപ്പുര ജയിലിലാണ്. തൊഴിലിടത്ത് സ്ത്രീകൾക്ക് ആവശ്യമായ സുരക്ഷ വേണ്ടേ? രാജ്യത്തിന്റെ നിയമവും നീതിയും ഒക്കെ പാലിക്കപ്പെടേണ്ടിടത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാമോ എന്നാണ് വനിതാ ജംഗ്ഷൻ നോക്കുന്നത്. തൊഴിലിടത്ത് സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ്? നമുക്കറിയാം, അഡ്വക്കേറ്റ് ഷാമിലി ബാർ കൗൺസിലിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ ലൈസൻസ് ഉള്ളൊരു അഭിഭാഷകയാണ്. അവർക്കാണ് മുതിർന്ന അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ക്രൂരമായ മർദ്ദനത്തിനിരയാവേണ്ടി വന്നത്. അപ്പോൾ എത്രത്തോളം സുരക്ഷിതമാണ് നമ്മുടെ തൊഴിലിടം? നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ തൊഴിലിടം വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും പുതിയ നൂറ്റാണ്ടിലേക്ക് എത്തിയിട്ടും സ്ത്രീകൾക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു പടി പിന്നിലോട്ടാണ് എന്ന് തന്നെ പറയണം. ഇന്റേണൽ കമ്മിറ്റികളൊക്കെ പല ഓഫീസുകളിൽ ഇപ്പോൾ ഉണ്ട്. 10-ലധികം ആളുകളുള്ള ഓഫീസുകളിലൊക്കെ ഇന്റേണൽ കമ്മിറ്റി വേണം, അവിടെ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അത് അത്രത്തോളം പ്രാവർത്തികമാക്കാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശരിക്കും ഈ കോടതിയിലെ അഭിഭാഷകർ തമ്മിലുള്ള ഈ പ്രശ്നം. വലിയ വലിയ കാര്യങ്ങളും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ, അതുപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യം, ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും സ്ത്രീകൾ ഇന്നും എത്രത്തോളം സുരക്ഷിതമാണ് തൊഴിലിടത്ത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൊഴിലിടത്തിൽ ഇത്രയും സുരക്ഷ മതിയോ സ്ത്രീകൾക്ക്? ഇനി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും നമുക്കറിയില്ല. അവരുടെ ഓഫീസിനുള്ളിൽ എന്തായിരുന്നു അവരുടെ ഈ പ്രകോപനത്തിനുണ്ടായ കാരണം എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു സ്ത്രീ അവരുടെ ജോലി സ്ഥലത്ത് എത്തുമ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകാൻ പാടുണ്ടോ? അതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നിയമം നന്നായി അറിയാവുന്ന ആളുകളാണ്. രണ്ടുപേർക്കും നിയമം നന്നായി അറിയാം, അതിൻ്റെ ലൂപ്പ് ഹോൾസും അറിയാം. അതാണ് അതിൻ്റെ പ്രത്യേകത. വേണ്ടതും അവർ തന്നെയാണ്. കാരണം അവരാണ് ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ നീതിയും ഒക്കെ കൃത്യമായി നടപ്പാക്കാൻ സാധാരണക്കാരെ ഒരുപാട് സഹായിക്കേണ്ടത്. പക്ഷെ അവരിങ്ങനെ പൊതു സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യം ഉയർത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മുടെ നീതിയൊക്കെ ശരിക്കും, നമ്മുടെ നിയമങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉറപ്പായും അതൊരു ചോദ്യം തന്നെയാണ്. ശരിക്കും ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ അവരുടെ ഒരു നീതി നടപ്പാക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് കോടതി, അതുപോലെ തന്നെ ഈ അഭിഭാഷകരെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ശരിക്കും ആ അഭിഭാഷകയെ മാറ്റി നിർത്തി ആ മുതിർന്ന അഭിഭാഷകൻ അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു അധികാരത്തിൻ്റെ ഒരു മനോഭാവമുണ്ട്, അതുപോലെ തന്നെ ഒരു ആണത്തത്തിൻ്റെ പുരുഷാധിപത്യത്തിൻ്റെ ഒരു മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു മാനസികാവസ്ഥ ഉള്ളത് കൊണ്ടാണല്ലോ ഷാമിലിക്ക് അത്തരത്തിലുള്ളൊരു അനുഭവം നേരിടേണ്ടി വന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അത്തരം അനുഭവം നേരിട്ടിട്ടും അവിടുത്തെ ബാർ കൗൺസിലും അതുപോലെ തന്നെ ബാർ അസോസിയേഷനൊക്കെ സ്വീകരിച്ച ഒരു നിലപാടാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. അതായത് ബാർ അസോസിയേഷൻ ആദ്യം തന്നെ അയാളെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിലപാടെടുക്കുന്നു. അതിനുശേഷവും അതിലേറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് അവരുടെ തന്നെ വനിതാ വിഭാഗം പറയുകയാണ്, ശരിക്കും ഇത് കേസുമായി പോകേണ്ട ഒരു കാര്യമായിരുന്നില്ല, കോംപ്രമൈസ് ചെയ്ത് പരിഹരിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ നിന്ന് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ അങ്ങനെ നമ്മുടെ തൊഴിലിടത്തിൽ ഒരു അതിക്രമം ഉണ്ടായാലും ഇപ്പോൾ ഇന്റേണൽ കമ്മിറ്റിയൊക്കെ എല്ലാ തൊഴിലിടങ്ങളിലും ഒക്കെ ഉള്ള ഒരു സമയത്ത് നമ്മൾ അങ്ങനെ നിന്ന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അതിൽ നിയമം അറിയാം അവർക്ക് നന്നായിട്ട്, നമ്മൾ സൂചിപ്പിച്ച പോലെ അവർക്ക് അറിയാം നിയമം, ഒപ്പം അതിൻ്റെ ലൂപ്പ് ഹോൾസും അറിയാം. അങ്ങനെ അറിയുന്ന അവർ എന്തിനാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അവർ എന്ത് മാതൃകയാണ് നൽകുന്നത് എന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും വരും. നമ്മുടെ പിന്നെ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചും മുമ്പ് ഒരു ലൈംഗിക അതിക്രമ ആരോപണം ഒക്കെ വന്നപ്പോൾ പാർട്ടിയിലെ തന്നെ ഒരു മുതിർന്ന വനിതാ നേതാവ് പറഞ്ഞതാണ്, ഞങ്ങളുടെ പാർട്ടിയിൽ പോലീസും കോടതിയും ഒക്കെ ഉണ്ട്. അങ്ങനെ അവർക്ക് മാത്രമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണോ ഇത്? അല്ലെങ്കിൽ അങ്ങനെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇത്തരം വിഷയങ്ങൾ എത്തേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ വരുന്നില്ല. എനിക്ക് ഈ വനിതകളുടെ ചോദ്യത്തിൽ നിന്ന് അങ്ങനെയാണ് തോന്നിയത്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ വർഷമാണ് പറവൂർ കോടതിയിലെ ഒരു അഭിഭാഷക ആത്മഹത്യ ചെയ്യുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ അവർക്കെതിരെയുള്ള മാനസിക പീഡനം അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചു. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യം ഈ നമ്മുടെ പൊതു ഇടങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ശരിക്കും നമുക്കൊരു
ആശ്ചര്യമായ ഒരു കാര്യം തന്നെയാണ്. മാധ്യമപ്രവർത്തന മേഖലയിൽ നമ്മൾ ഇത്തരം ഒരുപാട് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല വാർത്തകളും നമ്മൾ നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി എന്ത് മാതൃകയാണ് കോടതിയിൽ നിയമം, നീതി ഒക്കെ അറിയുന്ന ആളുകൾ നൽകുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും ചോദ്യമായി വരേണ്ട സാഹചര്യം തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പം ഈ സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന തൊഴിലിടം, ഇപ്പോൾ സിനിമാ മേഖലയായാലും ഏത് മേഖല എടുക്കുകയാണെങ്കിലും നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. ആ സമയത്താണ് ഈ വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷക വൃത്തിക്ക് തന്നെ കളങ്കം വരുന്ന രീതിയിലുള്ള ഒരു അസാധാരണമായ സംഭവം ഉണ്ടാകുന്നത്. അഖില സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സ്ത്രീക്ക് അവിടെ ഒട്ടും കംഫർട്ടബിൾ ആയ ഒരു സ്പേസ് അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ അവിടെ ഒരു തൊഴിൽ ചൂഷണത്തിനപ്പുറത്തേക്ക് ഒരു തൊഴിൽ ഭീഷണി നേരിടുന്നുണ്ട്. കയ്യൂക്കാണ് കാണിച്ചത്. അവിടെ ഒരു പുരുഷ കേന്ദ്രീകൃത മനോഭാവമുണ്ട്, അല്ലെങ്കിൽ ഒരു തൊഴിലിടത്ത് എല്ലാവിധ അധികാരവും ഉപയോഗിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കടന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മോശമായ സംഭവം ഉണ്ടാക്കിയത് ഒരിക്കലും പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്തത് കൊണ്ടാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെച്ചത് എന്ന് പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ബാർ അസോസിയേഷനും ബാർ കൗൺസിലും ഒക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ലൈസൻസ് ഒക്കെ നൽകിയിട്ട് ഇവരെ അഭിഭാഷക വൃത്തിക്ക് അയച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ബാർ അസോസിയേഷനും ബാർ കൗൺസിലും ഒക്കെ കാര്യമായി ഇടപെടേണ്ട ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ബാർ അസോസിയേഷൻ ആ തരത്തിലല്ല ഇടപെട്ടത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു പുരുഷാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മേധാവിത്വത്തിൻ്റെ ഇടപെടൽ മാത്രമായിട്ടാണ് ബാർ അസോസിയേഷൻ ഇതിനെ കണ്ടത്. ബാർ കൗൺസിൽ നടപടിയൊക്കെ എടുത്തെങ്കിൽ കൂടിയും അതങ്ങനെ ഒരു മാതൃകാപരമായ നടപടി എന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ ഏത് ഓഫീസിലായാലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനുള്ള പരിഹാരം ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനമല്ല. അവരൊരു ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്നുള്ളത് ആ ദൃശ്യം കാണുമ്പോഴും അവരുടെ മുഖം കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കും. പക്ഷേ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. ഇരയെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയല്ല നമ്മൾ എല്ലായിടത്തും കാണുന്നത് പോലെ ഇവിടെയും സംഭവിച്ചത്. അതായത് പ്രതിയെ സംരക്ഷിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. നിയമമന്ത്രി അടക്കം വലിയ പിന്തുണയുമായി വരുമ്പോഴാണ് ബാർ കൗൺസിലും ഇതിനെ ഒരു ശക്തമായ ഇടപെടൽ നടത്തേണ്ടി വരുന്നത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിൽ നിയമബോധവും പൗരബോധവും ഒക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുകയും അത് അറിയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിനും ഇത് വെച്ചു പൊറുപ്പിക്കാനാവില്ല. കാരണം ആ സമൂഹത്തിൽ നിന്ന് സ്വാഭാവികമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവും. സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുണ്ടായിരുന്നു എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം വരെ ഉണ്ടായി. ഒരു അഭിഭാഷകയെ ഇത്തരത്തിൽ മർദ്ദിക്കാൻ ഒരാൾക്ക് അധികാരമുണ്ടോ? ഇല്ല. കോടതിയിലെ അഭിഭാഷകരാണ്, നിയമം അറിയാം, ലൂപ്പ് ഹോൾസ് അറിയാം, അതൊക്കെയാണ്. പക്ഷേ എങ്കിൽ കൂടി അങ്ങനെ ഒരു അധികാരം നടത്താൻ പാടുണ്ടോ? ഒപ്പം തന്നെ ഈ ഷാമിലിയുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇയാൾ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളാണ്, വളരെ പെട്ടെന്ന് പ്രതികരിക്കും. എന്ത് ഷോർട്ട് ടെമ്പേർഡ് ആണെങ്കിലും കൂടെ ജോലി ചെയ്യുന്ന ജൂനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷക എക്സ് ഓർ വൈ, അതിപ്പോൾ നമ്മൾ ഈ അഭിഭാഷകരെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ അല്ല, ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോട് അത്തരത്തിൽ ഇടപെടാൻ പാടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോഴും ഉയർന്നു വന്നിരുന്നത് ഇരയെ സംരക്ഷിക്കാനല്ല, പ്രതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. പക്ഷേ എന്തായാലും പോലീസ് മുൻകൂർ ജാമ്യാപേക്ഷ ശ്രമിക്കുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ആള് ജയിലിലാണ്. ഒരു മാതൃകാപരമായ ഒരു നടപടി ഇതിലുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാതൃകാപരമായ നടപടി തീർച്ചയായും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കൂ. അതിൽ ഈ ഷാമിലി തന്നെ നേരത്തെ പറഞ്ഞതാണ്, ഷാമിലിക്ക് മുമ്പും ഇത്തരത്തിൽ ഗർഭിണിയായിരിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ അതിക്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് എന്തുകൊണ്ട് ഷാമിലി, അന്ന് ഈ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ബാർ അസോസിയേഷൻ്റെ ഒക്കെ ഇടപെടലാണ് ഷാമിലിയെ അതിൽ നിന്നും മാറ്റിയത്, അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ അനുവദിക്കാതിരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ സംഭവിച്ചത് വീണ്ടും ഒരു അതിക്രമത്തിനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ അപ്പോൾ നമ്മുടെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്കെതിരെ ഒരു അതിക്രമം ഉണ്ടായാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം. അതിപ്പോൾ ഏത് തരത്തിൽ പ്രതികരിക്കാൻ, നിയമപരമായി കൂടുതൽ പ്രതികരിക്കണം എന്നുള്ളതാണ്. അമ്പിളി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും ഇരയെ സംരക്ഷിക്കാനുള്ള നടപടികൾ വളരെ പെട്ടെന്നൊന്നും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല. അത് നമുക്ക് സ്വാഭാവികമായും അറിയാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പക്ഷേ നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാകണം. അങ്ങനെ ഇടപെടലുകൾ വിജയിക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഈ കോടതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഇടപെടൽ ആ കോടതിയിലേക്ക്, ആ മേഖലകളിലേക്കൊക്കെ എത്തണം. മറ്റുള്ളവർക്ക് നമ്മളത് ഒരു പാഠമായി നൽകണം. ഇത്തരത്തിൽ പുതുതായി വരുന്ന
പുതിയ കുട്ടികൾ അല്ലെങ്കിൽ ഏത് സ്ഥാപനമാകട്ടെ ഏത് മേഖലയിലോ ആകട്ടെ പുതുതായി എത്തുന്ന സ്ത്രീകൾക്ക് ഇത്തരത്തിൽ അതിക്രമം ഉണ്ടായാൽ അവരതിന് പ്രതികരിക്കണം, അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം, നിയമപരമായ പരിരക്ഷ സ്വയം ആർജിച്ചെടുക്കുകയും വേണം. തീർച്ചയായും അതിനനുസരിച്ചുള്ള ഒരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെയാണ് ഈ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത്. അഡ്വക്കേറ്റ് ഷാമിലിയെ പോലെ പ്രതികരിക്കാൻ എല്ലാ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ തൊഴിലിടത്തുള്ള എല്ലാ സ്ത്രീകൾക്കും കഴിയണം. ഒപ്പം ഇതുപോലെ പെരുമാറാൻ പാടില്ല എന്ന് തൊഴിലിടങ്ങളിലെ ആർക്കായാലും, മുതിർന്നവർക്കായാലും സീനിയറിനായാലും ജൂനിയറിനായാലും ഇതുപോലെ തൊഴിലിടങ്ങളിൽ പെരുമാറാൻ പാടില്ല എന്നുള്ള ഒരു മാതൃകാപരമായ നടപടി ശിക്ഷയായിരിക്കണം അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനും ലഭിക്കേണ്ടത്. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പൗരബോധവും നിയമബോധവും ഒന്നുമുള്ള ഒരു സമൂഹത്തിന് ഇത് വെച്ച് പൊറിപ്പിക്കാനാവില്ല. അത്തരത്തിൽ നല്ല കർശനമായ അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു ശിക്ഷ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ നീതിന്യായ സംവിധാനത്തിൻ്റെയൊക്കെ ഒരു അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ശരി എന്നതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് നൽകേണ്ട ചില ഉത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മാതൃകാപരമായ ഇടപെടൽ നടത്തേണ്ട ചില മേഖലയുണ്ട്. പ്രത്യേകിച്ചും അഭിഭാഷകരെ സംബന്ധിച്ച് കൃത്യമായ ഒരു നടപടി ഇവർക്കെതിരെ വേണം. മറ്റ് ഒരു മേഖലയിൽ നിന്നുള്ള ആളൊരു കേസുമായി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതോ പോലെ അല്ല. ഇവർക്ക് കൃത്യമായി അറിയാം രാജ്യം എന്താണ്, രാജ്യത്തിൻ്റെ നീതി എന്താണ്, രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇത് മുഴുവൻ അറിയാവുന്ന ആളുകളിൽ നിന്ന് ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അത് പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അമ്പിളി സൂചിപ്പിച്ച പോലെ തന്നെ അത് നമ്മുടെ ഒരു പൗരബോധത്തെയും സാമൂഹ്യ ബോധത്തെയും ഒക്കെ ചോദ്യമുനയിൽ നിർത്തുന്ന കാര്യമാണ്. അങ്ങനെയുള്ള നടപടികളിൽ നിന്ന് അവർ മാറട്ടെ, അല്ലെങ്കിൽ അങ്ങനെ മാതൃകാപരമായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്ന് നമുക്ക് ശരിക്കും ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. ഏതായാലും സ്ത്രീകൾ പൊതു ഇടത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് കൃത്യമായ സുരക്ഷ ഉറപ്പാക്കണം. നിയമത്തിൽ അതിനുവേണ്ടിയുള്ള ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട്. ആ മാനദണ്ഡങ്ങളും ആ നിയമവും ഒക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അത് ഏത് അഭിഭാഷകനായാലും സാധാരണക്കാരനായാലും ആ നിയമം നമ്മൾ പാലിച്ചേ മതിയാവും.